ഞാൻ എന്താ ഈ ഇലയും പിടിച്ച് നിൽക്കുന്നതെന്നല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഇല വാങ്ങിച്ചാണ് കേട്ടോ ഇലയുടെ ഉണ്ടാക്കാനായിട്ട്. വിഷുവിന് ഞങ്ങൾ ചക്ക വാങ്ങിച്ചിരുന്നു. പകുതി ചക്കയ്ക്ക് 110 രൂപയാണ്. അപ്പോൾ ചക്ക കുറേ ബാക്കി വന്നു. അന്നത്തെ ദിവസം എല്ലാവരും ഒന്നും കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചക്കപ്പഴം കുറച്ച് അരച്ച് വെച്ചു, വെള്ളം ചേർക്കാതെ തന്നെ അരച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ഫ്രീസറിൽ എടുത്ത് വെച്ചു. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇലയൊക്കെ വാങ്ങിച്ചത് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ കുറച്ച് ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ തേങ്ങ തിരുമിയിട്ട് ഫ്രീസറിൽ വെച്ചാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. അത് പിന്നെ നമ്മൾ കുഴച്ച് വരുമ്പോൾ ശരിയായിക്കോളും. അതിനുശേഷം നമ്മൾ ഈ ചക്കയുടെ പൾപ്പാണ് ഇടുന്നത് കേട്ടോ. അത് മുഴുവൻ ഇട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. പിന്നെ ശർക്കര വേണ്ടവർക്ക് ശർക്കര ഇട്ട് കൊടുക്കാം, പഞ്ചസാര ഇടുന്നവർ അങ്ങനെ. ശർക്കരയാണ് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇത് പാനിയാക്കി ഇടാം കേട്ടോ. പാനിയാക്കി ഇടുവാണെങ്കിൽ ഇങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ്. പക്ഷേ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു സന്തോഷത്തിന് പറയാം കേട്ടോ. ഇതിൽ നന്നായിട്ട് ഉണ്ടാക്കുന്നവരും കാണാം. എൻ്റെ അമ്മയൊക്കെ നന്നായിട്ടുണ്ടാക്കും. അതേപോലെ ഇതേ സാധനം തന്നെ വഷ്ണയുടെ ഇലയിൽ വെച്ചിട്ട് കുമ്പളപ്പം ഉണ്ടാക്കി തരും. അതിന് നല്ല ടേസ്റ്റാണ്. അല്ലാതെ നമുക്ക് കൊഴുക്കട്ട പോലെ അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞങ്ങൾക്ക് ഇലയൊന്നും അധികം കിട്ടാത്തതുകൊണ്ട് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടാണ് ഇലയുടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇലക്കകത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും സ്വാദും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് ഞാൻ എല്ലാം സെറ്റാക്കി ഓരോരോ രൂപത്തിലൊക്കെയാണ് ഞാനത് മടക്കിയൊക്കെ വെച്ചത്. എന്നാലും കുഴപ്പമില്ല, അതങ്ങനെ വെച്ച് ഒരു 15-20 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഉള്ളൊക്കെ വേവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല ബ്രൗൺ കളറായിരുന്നു കേട്ടോ. ശർക്കരയുടെ അതേപോലെ ഗോതമ്പൊടിയുടെയും ഒക്കെ കളർ വന്നപ്പോൾ നല്ല ബ്രൗൺ കളറായിരുന്നു. ഓവർ മധുരമൊന്നും ഇല്ലായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞിന് കൊടുത്തു. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചെറിയ പീസ് കൊടുക്കേട്ടാ. കൊള്ളാവോ?